ദേശീയപാതയിലെ വിള്ളലിന് പിന്നാലെ കണ്ണൂർ ചെങ്ങളായി ചുഴലി റോഡിലും കൂറ്റൻ കുഴി. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള റോഡിലാണ് 5 മീറ്ററോളമുള്ള ഒരു കുഴി രൂപപ്പെട്ടത്. ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ ഭാഗികമായി നിരോധിച്ചിരിക്കുകയാണ്. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ചെങ്ങളായ റോഡ് ഇത്തരത്തിൽ ഒരു കുഴി രൂപപ്പെട്ടത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. ഏകദേശം 4-5 അടി മീറ്ററോളം ഈ കുഴിക്ക് ദൂരമുണ്ട്, അല്ലെങ്കിൽ ആഴമുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്കൊരു വടിയെടുത്ത് ഏകദേശം ഈ ഒരു കുഴി അളന്നാൽ തന്നെ നമുക്കിതിൻ്റെ ഏകദേശം വ്യാപ്തി മനസ്സിലാക്കാവുന്നതാണ്. ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. ഇത് എത്രയും താഴേക്ക് പോകുന്നില്ല, അത്രത്തോളം ഈ കുഴിക്ക് ആഴമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നലെ ഇതിലൂടെ പോയ ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു കുഴി ഇവിടെ കാണുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് അധികൃതരും മറ്റും കാര്യങ്ങൾ ധരിപ്പിച്ച് അപ്പോഴേക്ക് തന്നെ ഒരു ഇവിടെയുള്ള ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അധികൃതർ മറ്റും ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങൾ ആശങ്കയ്ക്ക് കാരണം എന്താ ഈ പറയുന്നത്? 6-7 മീറ്റർ ആഴമുള്ള വലിയൊരു ഗർത്തമായി രൂപപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇത് മറ്റൊരു ഭാഗം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. റോഡ് ക്രോസ് ചെയ്തിട്ട് പിന്നെ അടിയിൽ മണ്ണ് പൂർണ്ണമായിട്ട് ഒലിച്ചിറങ്ങുന്നതായിട്ടാണ് ശ്രദ്ധപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പം നമ്മളെ ജിയോളജിസ്റ്റും അതുപോലെ മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗമെല്ലാം ഒന്ന് പരിശോധിച്ചാൽ മാത്രമാണ് കൃത്യമായിട്ട് എന്താ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും റോഡിപ്പം അപകടമായിട്ട് സ്ഥിതിവിശേഷമാണ്. ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിക്കേണ്ടി വന്നിട്ടാണുള്ളത്. സ്ഥലത്ത് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടാണുള്ളത്. മുന്നേ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ കയറിയതിന് ശേഷം ആ ഇലക്ട്രിസിറ്റിൻ്റെ കാരണമാണ് കുത്തി നോക്കിയത്. അപ്പോൾ പൊട്ടി കഴിഞ്ഞ ശേഷം വ്യാപ്തി കൂടി ഒരു ഇതിട്ടത്. നാട്ടുകാരൊക്കെ വലിയ ആശങ്കയാണ്. ഇത് എങ്ങോട്ടങ്ങ് പോകുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. വല്ലാതെ ഭീകരാന്തരീക്ഷം തന്നെയാണ് കാണുന്നത്. 2 സൈഡും ബ്ലോക്ക് ചെയ്തിരുന്നതിന് പോലും ചില വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നതിന് വേണ്ടി നാട്ടുകാർ ജാഗ്രതയിലാണ്. പക്ഷേ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് ഇത് അത്ര ഉൾക്കൊണ്ടുന്ന നിലയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായും ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെല്ലാം വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനിയും പൂർണ്ണമായും വാഹനം കടത്തിവിടാൻ വേണ്ടി പറ്റുന്ന നിലയുള്ളൂ. പരിഹാര നടപടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ തരത്തിലുള്ള അത്തരത്തിലൊരു വലിയ കുഴി തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തും. നമുക്കറിയാം, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ 2 ദിവസങ്ങളായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിലൊരു മഴയിൽ ഇത്തരത്തിലൊരു കുഴി രൂപപ്പെട്ടതാണോ എന്ന കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കണ്ണൂർ.